ചൈനയ്ക്ക് മേൽ കൂടുതൽ നികുതി ചുമത്തി അമേരിക്ക 104% അധിക തീരുവ ഏർപ്പെടുത്തി. പുതുക്കിയ തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. മധു കൊട്ടാരക്കര ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ ചേരുന്നുണ്ട്. മധു, അപ്പോൾ വീണ്ടും ഒരു പോരിന് കളമൊരുങ്ങുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ മധു? ഉന്മേഷ്, അല്പം മിനിറ്റുകൾക്ക് മുമ്പാണ് വൈറ്റ് ഹൗസ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണം നൽകിയത്. ചൈനയുടെ മേലുള്ള തീരുവ ഡൊണാൾഡ് ട്രംപ് 104% ഉയർത്തിയിരിക്കുകയാണ്. നാളെ മുതൽ അത് പ്രാബല്യത്തിൽ വരും. US ഉൽപ്പന്നങ്ങൾക്ക് ഈ ചൈന ഒരു പ്രതികാര നടപടി പോലെ ചുമത്തിയ 34% താരിഫ് പിൻവലിക്കണമെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം. അതിന് ചൈനയ്ക്ക് 24 മണിക്കൂർ സമയം നൽകിയിരുന്നു. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ 104% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ നേരത്തെ ഇതിനോട് ചൈന പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക്മെയിൽ നടപടികളൊന്നും പ്രോത്സാഹിപ്പിക്കത്തില്ല, അതുപോലെ സമ്മർദ്ദം ചെലുത്തിയോ ഭീഷണിപ്പെടുത്തിയോ ചൈനയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നേടാമെന്ന് അമേരിക്ക കരുതണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നയതന്ത്രമായ വഴികളാണ് ചൈന നോക്കുന്നതെന്നും പറഞ്ഞിരുന്നു. അതേസമയം ഉന്മേഷ്, മറ്റൊരു വാർത്തയുള്ളത് US ഓഹരികൾ ഇപ്പോൾ സജീവമാകുന്ന ലക്ഷണങ്ങളാണ് ഈ ആദ്യ മണിക്കൂറുകൾ കാണിക്കുന്നത്. ആഗോള താരിഫുകളെ കുറിച്ചുള്ള ഈ ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ നിലപാട് നിക്ഷേപകർക്കിടയിൽ വലിയ ആശങ്ക പരത്തിയിരുന്നു. പക്ഷേ ഈ തകർന്ന ഓഹരി ഇന്ന് വിപണി ആരംഭിക്കുമ്പോൾ മടങ്ങി വരുന്ന സൂചനകൾ ലഭിക്കുന്നു. S&P 500 അവസാനമായിട്ട് നമുക്ക് ലഭിക്കുന്നത് 0.8% ഉയർന്നു. ഇത് ഒരു സാധാരണ വ്യാപാര ദിനത്തിലെ നല്ലൊരു പ്രകടനമായിട്ട് വേണേൽ കരുതാം. അതുപോലെ മറ്റ് ടെക് കമ്പനികളുടെയും എല്ലാം അവര് ചെറിയ തോതിൽ തിരിച്ചു വരുന്ന സൂചനകളാണ് നൽകുന്നത്. ഈ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നത് ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കാം ഈ വിപണി മടങ്ങി വരുന്നതിന്റെ സാധ്യതകൾ. ഏതാണ്ട് 70ഓളം രാജ്യങ്ങൾ ചർച്ചകൾക്കായിട്ട് വൈറ്റ് ഹൗസിനെ സമീപിച്ചിട്ടുണ്ടെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റും പറഞ്ഞു. അമേരിക്കൻ തൊഴിലാളികളോട് വളരെ മോശമായിട്ടാണ് ചൈന പെരുമാറുന്നതെന്നാണ് ഇവർ ഇന്ന് അല്പസമയം മുമ്പ് പറഞ്ഞത്. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ഉരുക്ക് പോലെയുള്ള ഒരു നട്ടലുള്ള ഒരു മനുഷ്യനാണ്. ഇത് ഈ ഒരു വിഷയത്തിലൊന്നും തകരില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്ക നല്ല രീതിയിൽ പോകും. അമേരിക്കൻ ജനങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ അമേരിക്ക ഉൽപ്പാദിപ്പിക്കും. അതുപോലെ തന്നെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുവാനും അമേരിക്കയ്ക്ക് കഴിയുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി പറയുന്നത്. ഉന്മേഷ്, ശരി. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.